ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു എഗ് കുറുമയാണ്. ഇത് കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റാണ്. ചപ്പാത്തിയോടൊക്കെ എന്നാ ടേസ്റ്റാണെന്നറിയാം. അതുപോലെ തന്നെ വൈറ്റ് ബ്രെഡില്ലേ, അതിൻ്റെ കൂട്ടത്തിലൊക്കെ അടിപൊളിയാണ്. നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് കുറച്ച് കാഷ്യൂനട്ട്, നമ്മുടെ ആവശ്യത്തിന് മതി. കറി കുറുകാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. നമുക്ക് ആവശ്യമുള്ള അത്രയും കാഷ്യൂനട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് മാറ്റി വെക്കാം നമുക്ക്. അതിനുശേഷം ഒരു പാൻ എടുത്ത് അതിൻ്റെ അകത്തോട്ട് വെണ്ണ ഒഴിക്കുക. സവാള ഏത് ഷേപ്പിൽ വെണ്ണ അരിയാൻ സവാള ചേർക്കുക. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഉപ്പും ചേർക്കുക. മഞ്ഞൾപ്പൊടി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്കിപ്പം ചേർക്കേണ്ട ആവശ്യമില്ല, ലാസ്റ്റാണ് നമ്മൾ ചേർക്കുന്നത്, ഞാൻ പറയാം. എന്നിട്ട് അടച്ചു വെച്ചൊന്ന് വേവിക്കുക. ആവി വേവിച്ച് 5 മിനിറ്റ് കഴിഞ്ഞു. 5 മിനിറ്റിന് ശേഷം മൂടി തുറന്ന് ഒന്ന് വഴറ്റി കൊടുക്കണം. അപ്പം വഴറ്റി കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ഒരു തക്കാളി ചേർക്കണം. ഞാനിപ്പോൾ 2 സവാളയ്ക്ക് ഒരു തക്കാളിയാണ് കേട്ടോ ഇവിടെ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 തക്കാളി എടുക്കാം. പുളിയൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ 2 തക്കാളി എടുത്ത് നമുക്കതിലോട്ട് അരിഞ്ഞ് ചേർക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഒന്നാണ് എടുത്തേക്കുന്നത്. അതിനുശേഷം നമുക്ക് ഇത് തക്കാളി ഒന്ന് ജസ്റ്റ് നടുക്കോട്ട് വെച്ചിട്ട് നമുക്കൊന്ന് സവാള വെച്ച് മൂടി പെട്ടെന്നൊന്ന് വേവാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കൂടി നമുക്ക് വേവിച്ചെടുക്കാം. വേവിച്ചതിന് ശേഷം നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. ഫ്ലെയിം നല്ലോണം ഇച്ചിരി കൂട്ടിയിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അടുത്തായി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു ജാർ എടുക്കുക. മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിൻ്റെ അകത്തോട്ട് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച കശുവണ്ടിയില്ലേ, അത് വെള്ളത്തോടെ ചേർത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് അരച്ച് പേസ്റ്റാക്കി എടുക്കാം. ഓക്കെ, നല്ലോണം അരച്ച് പേസ്റ്റ് ആക്കണേ, കാരണം നമുക്കതിൽ കുറുകാൻ വേണ്ടിയാണ്. തരി കാണരുത്, നല്ലോണം പേസ്റ്റ് ആക്കുക. അതുകൊണ്ട് ഇതുപോലെ പേസ്റ്റ് ആക്കി എടുത്ത് മാറ്റി വെക്കുക. വഴറ്റി വെച്ച സവാളയും തക്കാളിയും കൂടി നമുക്ക് നേരത്തെ കശുവണ്ടി അരച്ചെടുത്ത് അതേ ജാറിലോട്ട് തന്നെ നമുക്ക് ചേർത്തിട്ട് നല്ലോണം പേസ്റ്റാക്കി അരച്ചെടുക്കണം കേട്ടോ. നല്ലോണം അരച്ചെടുത്താണ്ട് ഇതുപോലെ ഇരിക്കും. ഇതുപോലെ നല്ലോണം പേസ്റ്റ് ആക്കണം. പേസ്റ്റ് ആക്കിയിട്ട് നമ്മുടെ കശുവണ്ടി അരച്ചെടുത്തുകൂടി മാറ്റി വെക്കണേ. അതിനുശേഷം നമുക്ക് നമ്മുടെ തക്കാളിയും സവാളയും വഴറ്റി ആ പാത്രത്തിലോട്ട് തന്നെ കുറച്ച് വെണ്ണ ഒഴിക്കാം. വെണ്ണയൊന്ന് ചൂടായതിന് ശേഷം നമുക്കിതിലോട്ട് ഇനി മല്ലിപ്പൊടിയും അതുപോലെ തന്നെ കാശ്മീരി ചില്ലി ഇല്ലാത്തവർക്ക് സാധാ ചില്ലി പൗഡറാണെങ്കിലും ചേർക്കാം കേട്ടോ. സാധാ ചില്ലി പൗഡറോ അല്ലെങ്കിൽ കാശ്മീരിയോ ചേർക്കാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ച കുറച്ച് മസാല, നമുക്ക് ഉള്ളി വഴറ്റുമ്പോൾ എന്തൊക്കെയാണ് ചേർക്കുന്നത് അതേ സാധനങ്ങൾ ഇതിലോട്ട് ചേർക്കാം കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടിയും ചേർക്കുക. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് പച്ചമണം പോകുന്നത് വരെ വഴറ്റുക കേട്ടോ. അതിനുശേഷം നമുക്കിതിലോട്ട് അരച്ച് വെച്ച പേസ്റ്റ് ചേർക്കാവേ. അരച്ച് വെച്ച പേസ്റ്റ് കുറേശ്ശെ വേണം ചേർത്ത് കൊടുക്കാൻ കേട്ടോ. കുറേശ്ശെ നമ്മൾ ചേർത്ത് ആ മസാലയായിട്ടൊന്ന് പിടിക്കണം. അപ്പോൾ കുറേശ്ശെ ചേർത്ത് അത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. പേസ്റ്റ് അരച്ചെടുത്ത ജാറിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് നമുക്ക് കലക്കി ഒഴിക്കാവേ. അതിനുശേഷം പാകത്തിന് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ചേർക്കുക കേട്ടോ. ഉപ്പ് ചേർത്തതിന് ശേഷം ഒന്ന് അടച്ച് വെക്കുക, കാരണം അതൊന്ന് കുറുകാൻ വേണ്ടി. കുറുകിയതിന് ശേഷം നമുക്ക് അതിലോട്ട് 100 ഗ്രാം തിളപ്പിച്ചാറിച്ച പാലൊഴിക്കാവേ. പാൽ ചേർത്തതിൻ്റെ കൂടെ തന്നെ അരച്ച് വെച്ച കശുവണ്ടിയുടെ പേസ്റ്റ് കൂടി നമുക്ക് കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലായിടത്തും ഒന്ന് മിക്സ് ചെയ്യുക. എല്ലാം നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ബോയിൽ ചെയ്ത് വെച്ച എഗ്ഗ് ഉണ്ട്, പുഴുങ്ങി വെച്ച മുട്ട, അത് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാം കേട്ടോ. ആഡ് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. നല്ലൊരു കറിയാണിത്. ഇതിപ്പോൾ എഗ്ഗ് ഇല്ലയെന്നുണ്ടെങ്കിലും നമുക്കിത് ചപ്പാത്തിയുടെ അല്ലെങ്കിൽ ബ്രെഡിൻ്റെ കൂട്ടത്തിലൊക്കെ കഴിക്കാൻ നല്ലതാണ് കേട്ടോ. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യുക. താങ്ക് യു സോ മച്ച്.